നമസ്കാരം. ആലിംഗനമാണ് ഇന്ന് നമ്മുടെ വിഷയം. ആലിംഗനം. മനുഷ്യൻ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പലവിധ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ആലിംഗനം. ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കും എന്നാണ് പൊതുവായ സ്നേഹത്തിൻ്റെ വിശാലമായ വീക്ഷണം. അങ്ങനെയുള്ളവരെ പോലും നമ്മൾ ആലിംഗനം ചെയ്യും, സ്നേഹം പ്രകടിപ്പിക്കും, വെറുപ്പില്ലാതാക്കാനുള്ള ഒരു മാർഗം എന്നാണ് പറയുക. ഈ ചിത്രം രാഹുൽ ഗാന്ധി BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നായകൻ നരേന്ദ്രമോദിയെ ലോക്സഭയിൽ ആലിംഗനം ചെയ്തതാണ്. ലോക്സഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തർക്കങ്ങളും പോരാട്ടവും ഒക്കെ നടന്നയാണല്ലോ. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നാടകീയമായി പോയി ആലിംഗനം ചെയ്തതാണ്. അന്ന് രാഹുൽ ഗാന്ധി ഈ ലോകത്ത് തൻ്റെ ഏറ്റവും വലിയ എതിരാളിയെ പോലും ആലിംഗനം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അതിലൂടെ ജനങ്ങളോട് പങ്കുവച്ച ആശയം. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊന്നുമല്ല, ഞാൻ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ തയ്യാറാവില്ല, അത്രമാത്രം എതിരാളിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ ഓഡിയോ സംഭാഷണത്തിൻ്റെ റെക്കോർഡ് രാഹുൽ ഗാന്ധി തന്നെ, കോൺഗ്രസ് തന്നെ നാട്ടിൻ്റെ മുമ്പിലേക്ക് പുറത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജനങ്ങൾക്കൊരു സംശയം വന്നത്, എനിക്കൊരു സംശയം വന്നത്, ആലിംഗനം അത്ര തെറ്റായ കാര്യമാണോ? മാത്രമല്ല, മോദിയെ വരെ ആലിംഗനം ചെയ്യാൻ തയ്യാറുള്ള ഈ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മുന്നണിയിലെ ഒരു കക്ഷിയുടെ ഒരു നേതാവിനെ, എതിരാളിയാണല്ലോ, കേരളത്തിൽ എതിരാളിയാണ്, അവിടെ ദേശീയ എതിരാളിയെ പോലെ ആരെങ്കിലും ചെയ്ത ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പിന്നിലെ പ്രത്യയശാസ്ത്രം എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള ഘടന, അത് ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥ, കോൺഗ്രസ് അതിനെ ഏത് മട്ടിൽ എത്തിച്ചു എന്നുള്ള സാഹചര്യം, രാഹുൽ ഗാന്ധി എന്താണ് മനസ്സിൽ കാണുന്നത് എന്നുള്ള അവസ്ഥ ഒക്കെ ആലോചിച്ചത്. രാഹുൽ ഗാന്ധി ഇന്ന് 99 സീറ്റുള്ള ദേശീയ തലത്തിൽ 99 സീറ്റുള്ള പാർലമെൻറ്റിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാവാണ്. 100ലേക്ക് 1 എന്തോ പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കിട്ടി. അതിനു മുമ്പൊക്കെ 44 കൊണ്ടൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിൻ്റെ സീറ്റൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 ടേമിലേക്ക് BJP എത്തിയിരിക്കുന്നു. ഇനി ഒരു ടേം കൂടി സഹിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിരന്തരം ആവർത്തിക്കുന്നു. അതിനനുകൂലമായൊരു നിലപാട് കഴിഞ്ഞ തവണ ഉണ്ടായി, കുറച്ചൊക്കെ അതിനടുത്തെത്തി. എന്നാൽ ഇപ്പോഴെന്താണ് സ്ഥിതി? ഈ 99 സീറ്റും കൊണ്ട് മൂന്നാമതും BJP വന്നപ്പം, രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ നായകത്വത്തിൽ ഇങ്ങനെ ഒരു 99 സീറ്റും കൊണ്ട് വന്നപ്പോൾ സംഭവിച്ചത്, കോൺഗ്രസ് ഇനി അടുത്ത തവണ കോൺഗ്രസിനാണ് എന്ന് തീരുമാനിക്കപ്പെടുകയും ഘടകകക്ഷികളോട് പഴയ കാലത്തേതുപോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി ഒരുമയോടെ നിന്നതുകൊണ്ടാണ് അത്രയും വലിയ നേട്ടമുണ്ടാക്കിയത്. അത് തമിഴ്നാടായിക്കോട്ടെ, UP ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ബീഹാറിൽ പിന്നീട് തിരിച്ചടി നേരിട്ടെങ്കിലും ബംഗാൾ ആയിക്കോട്ടെ, ഇങ്ങനെ BJP ഇതര കക്ഷികളൊക്കെ ഒറ്റ കക്ഷികളെല്ലാം വലിയ പിന്തുണയോടുകൂടി ഒരുമയോടെ നിന്നതിൻ്റെ തുടർച്ചയാണ്. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി എന്താണ്? ഇന്ത്യ മുന്നണിയുടെ ഓരോ കക്ഷികളെയും കോൺഗ്രസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഉണ്ടായത് എന്താണ്? MK സ്റ്റാലിനൊപ്പം കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷിയായി മത്സരിച്ച് ബാർഗെയിൻ ചെയ്തു കൂടുതൽ സീറ്റുകൾ വാങ്ങി ഒടുവിൽ വിജയ് അധികാരത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് സ്റ്റാലിനെ ചതിച്ച് വിജയ്ക്കൊപ്പം ചേർന്ന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വിജയ്ക്കൊപ്പം ചേർന്ന കാഴ്ച, അതിനെ സ്റ്റാലിൻ തന്നെ തള്ളിപ്പറഞ്ഞ കാഴ്ചയുണ്ട്. അവിടെ സാങ്കേതികമായി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരിയെങ്കിലും അത്തരം ഒരു കൂട്ടിൽ നിന്ന് വിട്ടുവരുമ്പോഴുള്ള സാമാന്യ മര്യാദ പാലിച്ചില്ല. മറ്റ് പല സ്റ്റേറ്റുകളിലും ഇതാണ് അവസ്ഥ. എല്ലായിടത്തും പോയിട്ട് അവിടുത്തെ ഘടകകക്ഷികളെ നേതാക്കൾക്ക് എതിരെ പോരാടുമ്പോൾ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉപകരണമാക്കി മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. ബംഗാളിൽ മമതാ ബാനർജിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടി കോൺഗ്രസ് അവിടെ നന്നായി പണിയെടുത്തു. രാഹുൽ ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ചു, നിരന്തരമായി പ്രസംഗിച്ചു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ PCC തന്നെ നേതൃത്വം നൽകി. BJPക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, അവർക്കത് ചെയ്യുന്ന ഏജൻസിനെ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ള ആരോപണം നേരിട്ടു. പിന്നീട് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേറ്റിലും, ഇനി തമിഴ്നാട്ടിൽ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. തമിഴ്നാട്ടിൽ ഇനി സ്റ്റാലിൻ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ സ്റ്റാലിൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇനി വിജയിനെ അവിടെ കയറ്റുമായിരിക്കും. അങ്ങനെയുള്ള കേരളത്തിൽ വന്ന് പിണറായി വിജയൻ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് രാവും പകലും രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നു. ഇതേ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ വന്നപ്പോൾ ഇന്ത്യ മുന്നണി ബ്ലോക്കായി എതിർത്ത് നിന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഘടകകക്ഷികളെ ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം, എന്നിട്ടും അവിടെ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റാലിൻ വിട്ടുപോയെങ്കിലും CPM-നെ പോലുള്ള പാർട്ടികൾ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ BJP വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രം മുൻനിർത്തിക്കൊണ്ട് അവർക്കൊപ്പം ഈ തരത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒടുവിലാണ് ഈ ആലിംഗനത്തിൻ്റെ കഥ പറഞ്ഞത്. ഈ ആലിംഗനത്തിൻ്റെ കഥ പറയുമ്പോഴാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദി ആലിംഗനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. നരേന്ദ്രമോദി ആലിംഗനം മാത്രമല്ല, ഇന്ത്യ ആകെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇതേ ആളുകളുടെ കൂടെ പോയി ചായ കുടിച്ച കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെ പല രീതിയിലുള്ള പാർലമെൻറ്റിൽ ഒരു പൊതുവേദിയിൽ ഒരു മുഖം, പുറത്ത് വേറെ മുഖം, വിശാലമായ ലക്ഷ്യം എന്താണ്
എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിലുള്ള പോരാട്ടത്തിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ശക്തിയിലോ ഒന്നും ഒരു സംശയവും നമുക്കാർക്കുമില്ല. പക്ഷേ ആ പ്രതികരണത്തിലെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായി അവിടെ എത്തുക എന്നുള്ളതാണോ, ഒപ്പമുള്ള മറ്റ് ഘടകകക്ഷികളുടെ വിട്ടുവീഴ്ചയോടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ കാണുന്നു എന്നതാണ്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ താല്പര്യമില്ല, മോദി ആലിംഗനം ചെയ്യാൻ ഞാൻ റെഡിയാണ്, ഡെമോൺസ്ട്രേഷൻ വരെ കാഴ്ച കൊടുത്ത ആൾക്ക്, അദ്ദേഹം സ്നേഹത്തിൻ്റെ ചായക്കട തുറന്ന ആൾ കേരളത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ വി ഡി സതീശൻ്റെയോ സംസ്ഥാന കോൺഗ്രസിൻ്റെയോ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് പാലിക്കുന്നത്. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്യണം. അവിടുത്തെ നേതാക്കന്മാരാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ വിശാലമായ ഇന്ത്യ താല്പര്യം എന്താണ് അദ്ദേഹത്തിൻ്റേത്? ഈ പ്രാദേശികമായ താല്പര്യത്തിൻ്റെ പേരിൽ അവരുടെ നിർദ്ദേശങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാണ് കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഈ ചോദ്യങ്ങൾ നിരന്തരമായി ഉയർത്തപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും എന്തിനാണ് CPM അവിടെ തുടരുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വലിയ ചർച്ചാ വിഷയമായി. ആലിംഗനത്തിൽ എന്താണ് വൈമുഖ്യം എന്നുള്ള ചോദ്യത്തിനപ്പുറത്ത് മോദി ആലിംഗനം ചെയ്യാൻ തയ്യാറായ ആൾ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട്. ഞങ്ങളൊന്നും ആലിംഗനം ചോദിച്ചിട്ടില്ല എന്ന് CPM പ്രഖ്യാപിക്കുന്നു. MA ബേബി മുതൽ പിണറായി വിജയൻ വരെ അത് പ്രഖ്യാപിക്കുന്നു. കെട്ടിപ്പിടിക്കല് സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ലല്ലോ. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈ കൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സംസാര രീതി തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ വേദിയെ കാണുന്നു എന്നുള്ളതാണ്. വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. അതിലേക്ക് അത്ര വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇന്ത്യ വേദി ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാത്രമല്ല, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാര പാർട്ടികൾ ആ യോഗത്തിൽ തന്നെ ശബ്ദമുയർത്തിയത്. അത് പലപ്പോഴും BJPയെ സഹായിക്കുന്ന നിലയാണ് വരുന്നത്. BJPയുടെ സഹായിയായി മാറുന്ന അവസ്ഥ ഇത്തരം പ്രവൃത്തികളിലൂടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാവുകയാണ്. ജോൺ ബ്രിട്ടാസും ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയും അദാനി കമ്പനിയുടെ കാര്യങ്ങളും സംസ്ഥാന നേതൃത്വം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന മട്ടിലുള്ള പ്രതികരണത്തിലേക്ക് നയിച്ച ജോൺ ബ്രിട്ടാസും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ബ്ലോക്കിൻ്റെ മുഖങ്ങളായി ഞങ്ങൾ കൂടി അംഗീകരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർ പ്രതിപക്ഷ നേതാക്കൾ കൂടിയാണ്. ഇരുസഭകളിലും അവർ പ്രതിപക്ഷ നേതാക്കളായി ഇരിക്കുന്നത് ഞങ്ങളുടെ കൂടി പിൻബലം കൊണ്ടാണ്. ഇടതുപക്ഷത്തിൻ്റെ 15 MPമാരുണ്ട്, ഞങ്ങളുടെ പിൻബലമുണ്ട്. അപ്പോൾ അവർ കേരളത്തിൽ വന്നിട്ട് നട്ടാക്കുരുക്കാത്ത നുണ പറയുമ്പോൾ, അസംബന്ധം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഐക്യത്തെയും ഒരുമയും പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ അടിത്തറയെ തന്നെ ശിഥിലമാക്കുന്നതാണ്. ചുരുക്കത്തിൽ ഒരു ആലിംഗനത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആലിംഗനം നിൽക്കുന്നുണ്ട്. അന്നല്ലോ ഇന്ത്യ മുഴുവൻ അത് സ്വീകരിച്ചതാണ് സ്നേഹത്തിൻ്റെ ചായക്കട തുറന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കൂടെ നിർത്തേണ്ട അല്ലെങ്കിൽ പോരാട്ടത്തിലൊപ്പം നിൽക്കുന്ന ആളുകളെ ആ നിലയിൽ പോലും കാണാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിയെ പോലും ആലിംഗനം ചെയ്യാൻ തയ്യാറില്ല ഞാൻ, പിണറായി വിജയൻ ആലിംഗനം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിരുദ്ധ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്വേഷം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സന്തോഷമാകുന്ന കാഴ്ചപ്പാടുണ്ടാകും. ചിലപ്പോൾ BJPക്കാർക്കും കോൺഗ്രസിനും സന്തോഷം ഉണ്ടാകുന്ന കാഴ്ചപ്പാടുണ്ടാകും. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ വിശാല കാഴ്ചപ്പാടിൽ അഖിലേഷ് യാദവോ അല്ലെങ്കിൽ MK സ്റ്റാലിനോ പോലെയുള്ള ഇന്ത്യ ദേശീയ തലത്തിൽ തന്നെ വലിയ ഫൈറ്റ് ചെയ്യുന്ന ആം ആദ്മിയുടെ പാർട്ടിയുടെ നേതാക്കൾ വരെ, കെജ്രിവാൾ വരെ നീളുന്ന സംഘത്തിന് അവരുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴുള്ള ചില സംശയങ്ങൾ രൂപപ്പെടും. രാഹുൽ ഗാന്ധിയുടെ ആലിംഗനം ചെയ്യുന്ന പ്രഖ്യാപനവും അത്തരത്തിലുള്ള പുതിയ ചിന്തകൾക്കാണ് ഇട നൽകിയിരിക്കുന്നത്. ഇനി രാഹുലിൻ്റെ കാഴ്ചപ്പാടും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും ഏത് മട്ടിൽ വരുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.